ഞാൻ എടുത്ത തീരുമാനങ്ങൾ എൻ്റെതായിരുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വലുതായി പറഞ്ഞപ്പോൾ അവർക്ക് കത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പേഴ്സണാലിറ്റീനെ അത് വല്ലാണ്ട് ഡിമീൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്നുള്ളത് റീസൺ പറയണം. ആൾക്കതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഓരോരോ സമയല്ലേ ദാസ. ഹലോ ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കരിയർ ട്രെൻഡ്സ്. കരിയർ ട്രെൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത്? നമ്മളായിരുന്നാൽ പോരെ. ഓരോ വ്യക്തിക്കും വിവിധ തരത്തിലുള്ള കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. ആ കഴിവുകൾ മനസ്സിലാക്കി ആ കഴിവ് തിരിച്ചറിഞ്ഞ് അതിൽ എക്സൽ ആകുമ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നത്. സോ അപ്പോൾ കമ്പാരിസൺ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഇഗ്നോർ ചെയ്യുക, നല്ല പോസിറ്റീവ് തോടെ എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് പേഴ്സൺസിനോട് ചോദിക്കാം കമ്പാരിസനെ കുറിച്ച് എന്താണ് അഭിപ്രായം. നമ്മളൊരു പേഴ്സണെ കമ്പയർ ചെയ്യുമ്പോൾ അയാൾ മെൻ്റലിയും കൂടി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന തന്നെയാണ് എനിക്കും തോന്നുന്നത്. കമ്പാരിസണിങ് അത്ര നല്ല പരിപാടിയല്ല. ഇപ്പം നമുക്കാണെങ്കിലും പഠിക്കുന്ന സമയത്താണല്ലോ ആ കുട്ടീനെ കണ്ടുപിടിക്കുക, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിക്കുന്നത്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പഠിക്കാനുള്ള എന്നെ കൊണ്ട് കഴിവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് പഠിക്കാൻ പറ്റുന്നല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അവര് പഠിക്കും ഇവര് പഠിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കുന്നുണ്ട്. അപ്പത്തെ എഴുതുന്ന കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല, നിനക്ക് എന്താ കുറഞ്ഞു വിഷമം വന്നാലും കുഴപ്പമില്ല, നമ്മളായിട്ട് തന്നെ ഇരിക്കല്ലോ. അവരുടെ കഴിവിനേക്കാൾ മറ്റു പല കഴിവുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ സ്വീകരിക്കും. ചെറുപ്പത്തിലൊന്നും പറഞ്ഞിട്ടില്ല, വലുതായി പറഞ്ഞപ്പോൾ അവർക്ക് കത്തുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ചെറിയ മക്കളെ ആവുമ്പോൾ തന്നെ നമ്മളെ പാരൻസ് പറയും അവർക്ക് കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ അവരെ കണ്ടു പഠിക്കണം. അങ്ങനെ പറയാതിരിക്കാൻ കൂടുതലും പാരൻസ് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ മക്കളെ മനസ്സ് ശരിക്കും നമ്മൾ പറയും നിഷ്കളങ്കാണ്. അപ്പം അവരെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇപ്പോൾ പാരൻസ് ഇങ്ങനെ പറയുമ്പം അവർക്ക് അവരോടാണോ കുറച്ച്, ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന് അവർ ചിന്തിക്കും. പിന്നെ അത് വലുതാകുമ്പോൾ ആ കുട്ടീനോട് ദേഷ്യം തോന്നുകയാണ് ചെയ്യുക. പിന്നെ അത് പിന്നീട് നമുക്കത് വാശിയായി ദേഷ്യമായി, അതിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫ് നമ്മളാണ് തീരുമാനിക്കണേ, മറ്റാളെ കണ്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ പാരൻസ് അങ്ങനെ പറയൂല, അവർ എന്റെ ഇഷ്ടത്തിനാണ് എന്നെ പഠിപ്പിക്കാൻ വിടുന്നതെല്ലാം. നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ കൂടുതൽ പാരൻസും ഇതേപോലെ കമ്പയർ ചെയ്ത്, അങ്ങനെ ശരിക്കും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിള്ളേരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ വിടുന്നതായിരിക്കും നല്ലത്.